കൊച്ചി രൂപതയുടെ 36ാമത്തെ മെത്രാന്, ലത്തീൻ സഭയിൽ ഗോവ കഴിഞ്ഞാലുള്ള ഇന്ത്യയിലെ 2ാമത്തെ രൂപതയുടെ ഇപ്പോഴത്തെ അധ്യക്ഷന്, ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ എല്ലാ മെത്രാന്മാരുടെയും പേരിൽ, എല്ലാ രൂപതകളുടെയും പേരിൽ, ഭാരതത്തിലെ ജനതകളുടെ പേരിൽ ഞങ്ങൾ വലിയൊരു കയ്യടിയോടുകൂടി തന്നെ പിതാവേ ഞങ്ങൾ എല്ലാവിധ അനുമോദനങ്ങളും പ്രാർത്ഥനകളും ആശംസകളും നേരുകയാണ്. തൃശ്ശൂർ രൂപതയുടെയും തീർച്ചയായിട്ടും ഈ അവസരത്തിൽ അഭിമന്യ ജോസഫ് കരിയിൽ പിതാവിനോടും അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്ററായി നാളെ വരെ ചുമതലയുള്ള ജെയിംസ് ആന പറമ്പിൽ പിതാവിനും നമ്മുടെ നന്ദി നല്ലൊരു കയ്യടിയോട് തന്നെ പിതാക്കന്മാർക്ക് നൽകാവുന്നതാണ്. വലിയ സന്തോഷമുണ്ട്. കൊച്ചി രൂപതയ്ക്ക് ഹൃദയത്തിന് അനുയോജ്യനായ നിനക്കെൻ്റെ കൃപ മതി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഈ രൂപതയ്ക്ക് ഏറ്റവും ഇണങ്ങുന്ന ക്രിസ്തുവിൻ്റെ ഹൃദയമുള്ള ഒരു നല്ല പിതാവിന്, ദൈവം തന്നതിന്, സഭ തന്നതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടി പിതാവിന് ഒന്നുകൂടി കൊടുക്കാം. തീർച്ചയായിട്ടും മെത്രാന്മാരുടെ കൂട്ടായ്മയിലാണ് സഭ. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം 19-22 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞു, ക്രിസ്തുവാണ് മൂലക്കല്ല്, പക്ഷെ അപ്പസ്തോലന്മാരാകുന്ന അടിത്തറമേൽ പത്രോസിൻ്റെ പിൻഗാമിയോട്, ശിഷ്യന്മാരുടെ പിൻഗാമിയോട് കൂടി നിന്നാൽ മാത്രമേ പരിശുദ്ധാത്മാവ് ഈ സഭയാകുന്ന ഭവനം പണിയൂ. അതുകൊണ്ട് ഈ കൂട്ടായ്മയിൽ കൊച്ചി രൂപതക്കാരോട് പറയാനുള്ള, നമ്മൾ ഒറ്റക്കെട്ടായി നമ്മുടെ പിതാവിനോട്, നമ്മുടെ നല്ല ഇടയനോട്, കൊരിന്ത്യക്കാർക്ക് 1 12-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്ന പോലെ നമ്മുടെ സമൂഹത്തിൻ്റെ തലവനോട്, നമ്മുടെ ശിഖരങ്ങളാവുന്ന നമ്മുടെ തായ്തണ്ടായ പിതാവിനോട് ചേർന്ന് നിന്ന് നമുക്ക് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാം, കൂട്ടായ്മയോടെ പ്രവർത്തിക്കാം. അതാണ് ആർച്ച് ബിഷപ്പ് ജിറല്ലിയും കർദിനാൾ ഫിലിപ്പ് നേരിയൊക്കെ നമ്മളോട് പറഞ്ഞത്. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് കൂട്ടായ്മയോടെ നിൽക്കണം. കാരണം ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, നമ്മുടെ കേരളത്തിലടക്കം ഒരുപാട് വെല്ലുവിളികൾ നേരിടുമ്പോൾ, സഭയെ തകർക്കാനുള്ള പരിശ്രമങ്ങൾ നടക്കുമ്പോൾ, സഭയിൽ നിന്ന് ഒത്തിരി പേര് പോകുമ്പോൾ നമുക്ക് ഒറ്റക്കെട്ടായി ഈ കൂട്ടായ്മയോടെ പ്രവർത്തിച്ചാൽ മാത്രമേ ഫ്രാൻസിസ് മാർപ്പാപ്പ ജൂബിലി വർഷത്തിൽ ആഹ്വാനം ചെയ്തതുപോലെ നമുക്ക് പ്രത്യാശയോടെ തീർത്ഥാടകരാകാൻ പറ്റുള്ളൂ. ലിയോ മാർപ്പാപ്പ നമ്മളോട് പറഞ്ഞത് പ്രത്യാശയുടെ മിഷണറിമാരാകണം. കാർഡിനൽ ഫിലിപ്പ് നേരിയുടെ നേതൃത്വത്തിൽ പെനാങ്ങിൽ ഏഷ്യൻ മിഷൻ കോൺഗ്രസ് നടന്നു. അവിടെ വലിയ തീക്ഷ്ണതയോടെ തന്നെയാണ് പിതാവിന് ഞാൻ പ്രത്യേകിച്ച് ഏഷ്യൻ മിഷൻ കോൺഗ്രസ് അതിമനോഹരമായി സംഘടിപ്പിച്ച FABC പ്രസിഡന്റ് കാർഡിനൽ ഫിലിപ്പ് നേരി ഫെറോവയ്ക്ക് നമ്മളെല്ലാവരും റിയൽ കൺഗ്രാജുലേഷൻസ് ആൻഡ് താങ്ക്സ് ഫോർ ഹാവിങ് കണ്ടക്റ്റഡ് സച്ച് എ വെരി ഇഫക്റ്റീവ് ഏഷ്യൻ മിഷൻ കോൺഗ്രസ്. അവിടെ പറഞ്ഞു, നമ്മൾ വി ഹാവ് ടു ബി ദ ഗ്രേറ്റ് പിൽഗ്രിമേജ് ഓഫ് ഹോപ്പ്. അതിൽ വി ഹാവ് ടു ബി മിഷണറീസ് ഓഫ് ഹോപ്പ്. We have to be missionaries for the event, and we have to go forward to the great jubilee of 1933. കർത്താവിൻ്റെ രക്ഷാകര വേലയുടെ 2033 ആണ്ടിൻ്റെ ആ ജൂബിലിയിലേക്കുള്ള യാത്രയാണ്. അതുകൊണ്ട് നമ്മൾ ഒന്നിച്ച് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, ആൻ്റണി പിതാവ് ഇതാ ഒരു പുതിയ യുദ്ധത്തിന് തയ്യാറായിരിക്കുകയാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ 17-ാമത്തെ അധ്യായത്തിൽ അമലേക്കരുമായിട്ടുള്ള യുദ്ധത്തെക്കുറിച്ചുള്ള വിവരണമുണ്ട്. അവിടെ യുദ്ധം ചെയ്യുന്നത് ജോഷുവയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പിന്നിൽ മോശയുണ്ട്. മോശയുടെ 2 സൈഡിലായിട്ട് അഹ്റോനും ഹൂറും ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് റിപ്പോർട്ടിൽ ഈ യുദ്ധത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് വന്ന സന്ദർശകർ പറയുന്നുണ്ട്, ഇടയ്ക്ക് ജയിക്കുന്നു, ഇടയ്ക്ക് തോൽക്കുന്നു. പാമ്പ്ലാനി പിതാവ് പ്രസംഗത്തിൽ പറഞ്ഞപ്പോൾ കുരിശിൻ്റെ യാത്രയെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഞങ്ങളുടെ മെത്രാന്മാരുടെ അനുഭവം തന്നെയാണ് കേട്ടോ. 21 വർഷമായി ഞാൻ മെത്രാനായിട്ട്. അപ്പോൾ ഈ യുദ്ധത്തിൽ വിജയിക്കുമോ തോൽക്കുമോ എന്നുള്ളതാണ്. നിനക്കെൻ്റെ കൃപ മതി എന്ന് പറഞ്ഞ ആൻ്റണി പിതാവ് തോൽക്കില്ല, ഉറപ്പാണ്. പക്ഷെ ജയിക്കണമെങ്കിൽ ഒരു നിബന്ധനയുണ്ട്. അമലേക്കരുമായിട്ടുള്ള യുദ്ധത്തിൽ ഇടയ്ക്കിടയ്ക്ക് തോൽക്കുന്ന റിപ്പോർട്ട് കിട്ടിയപ്പോൾ യുദ്ധം ജയിച്ചത് എപ്പോഴാണെന്ന് നിങ്ങൾ ബൈബിളിൽ പുറപ്പാട് പുസ്തകം 17-ാമത്തെ അധ്യായം ഒന്ന് വായിച്ചാൽ മതി. എപ്പോഴാണ് ജയിച്ചേ?
അവിടെ പിന്നിൽ ഒരു കാര്യം അഹ്റോനും ഹൂറും മനസ്സിലായി. മോശ കൈപിടിച്ചുയർത്തി പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയത് റിപ്പോർട്ടൊക്കെ ജയിക്കുന്നത്, കൈ താഴ്ത്തിയപ്പോഴോ തോൽക്കുന്നത്. അതുകൊണ്ട് സിസ്റ്റർമാരുണ്ട്, കാട്ടിപ്പറമ്പിൽ വീട്ടുകാരുണ്ട്, കൊച്ചി രൂപതക്കാരുണ്ട്, കൂട്ടുകാരവർ ശക്തിയായിട്ടുള്ള വൈദികരുണ്ട്, സന്യസ്തരുണ്ട്. ആദ്യം തന്നെ ഞാൻ ഇവിടുത്തെ അച്ഛന്മാരോടും സിസ്റ്റേഴ്സിനോടും ഉള്ളവരോട് ചോദിക്കുക, ജോഷ്യ പോകുമ്പോൾ കൂടെ യുദ്ധം ചെയ്യാൻ നിങ്ങൾ ഉണ്ടാകുമോ? എങ്കിൽ നിങ്ങളൊരു കയ്യടിച്ചേ സിസ്റ്റർമാരെ, അച്ഛന്മാരെ. ആത്മാർക്ക് ഇത് ബാധക, കയ്യടിക്കുക, ഞങ്ങൾ കൂടെയുണ്ട്. ഒപ്പം കൈ ഉയർത്തി മോശയെ പോലെ പ്രാർത്ഥിക്കാൻ, ഉയർത്തിപ്പിടിക്കാൻ, മോശയുടെ കൈ കഴിക്കുമ്പോൾ അത് ഉയർത്തിപ്പിടിക്കാൻ നിങ്ങളുണ്ടെങ്കിൽ ഒരു കയ്യടിക്കാൻ പറഞ്ഞ് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഉള്ളവര് ആന്റണി പിതാവിൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്നവർ, കൂടെ യുദ്ധം ചെയ്യുന്നവർ നല്ല കയ്യടി കൊടുക്കുക. ദൈവത്തിന് സ്തുതി.